ഒരു ആർക്കിടെക്ചറൽ ഡിസൈനർ എന്ന് ആരെയാണ് നമുക്ക് വിശേഷിപ്പിക്കാനാവുക? നമുക്ക് ചുറ്റിലുമുള്ള വിശാലമായ പ്രകൃതിയിലേക്കൊന്ന് കണ്ണു തുറന്നാൽ ഉത്തരം വളരെ ലളിതമാണ്. ആധുനിക ശാസ്ത്രലോകത്തെ പോലും വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് തേനീച്ചകളുടെ ആവാസ വ്യവസ്ഥതയുടെ നിർമ്മാണ പ്രക്രിയ. ആധുനിക ഡാം നിർമ്മാണ രീതിയെ വെല്ലുന്ന തരത്തിലാണ് ചിലയിനം നീർനായ്ക്കൾ വെള്ളത്തിൽ ബണ്ടുകൾ കെട്ടി അഭയമൊരുക്കുന്നത്. ഉറുമ്പുകളും ചിതലുകളും ചിലന്തിയും കൂടുകൂട്ടുന്നതും ജന്മസിദ്ധമായ കഴിവ് ഉപയോഗിച്ചു തന്നെയാണ്. ലോകമെമ്പാടുമുള്ള വിവിധയിനം പക്ഷികളുടെ നിർമ്മാണ ജീവിത രീതികൾ ചിന്തിപ്പിക്കുന്നതിനോടൊപ്പം നമ്മെ അതിശയിപ്പിക്കുന്നതുമാണ്. ചുരുക്കത്തിൽ, ചുറ്റുപാടനുസരിച്ച് കഴിവുകളെയും പരിമിതികളെയും ആവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് തികച്ചും സുഗമമായ രീതിയിൽ ജന്മസിദ്ധമായ സർഗശേഷിയെ ഉപയോഗപ്പെടുത്തി ജീവിതത്തെ രൂപപ്പെടുത്തുന്നവനാണ് ഒരു ഡിസൈനർ. ആധുനിക കാലത്ത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വേഗത്തിലാണ് ആർക്കിടെക്ചറൽ രംഗത്തെ, പ്രത്യേകിച്ചും ഹോം ഡിസൈനിംഗ് രംഗത്തെ സാങ്കേതികതയുടെ വളർച്ച. മുൻകാലങ്ങളെ അപേക്ഷിച്ച് തലചായ്ക്കാനൊരിടം എന്നതിലുപരി അതീവ ശ്രദ്ധയോടെ, വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ, അളന്നുകുറിച്ച പ്ലാനിങ്ങുകളോടെ, കെട്ടിലും മട്ടിലും ഒട്ടേറെ പുതുമകളോടെയാണ് ഓരോ വീടുകളും കെട്ടിടങ്ങളും ഇന്ന് നിർമ്മിക്കുന്നത്. ചുരുക്കത്തിൽ, ആർക്കിടെക്ചറൽ ഡിസൈനിംഗ് രംഗത്ത് വിപ്ലവകരമായ അനവധി മാറ്റങ്ങൾക്കാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും ശാസ്ത്രീയമായി മികവുറ്റ സർഗഭാവനകളോടെ വ്യത്യസ്തമായ ശൈലികളിലും ഭാവങ്ങളിലുമാണ് ഇന്ന് വീടുകളും കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. ഗൃഹാതുരത്വമുറങ്ങുന്ന നാലുകെട്ടും നടുമുറ്റവുമുള്ള, പ്രകൃതിയോടിണങ്ങിച്ചേർന്ന് നിൽക്കുന്ന, കൂൾ എനർജി നൽകുന്ന, ഭൂപ്രകൃതിക്കും കാലാവസ്ഥ വ്യതിയാനത്തിനും അനുസൃതമായ പാരമ്പര്യ ശൈലികൾക്കും ഉറച്ച വിശ്വാസങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള ട്രഡീഷണൽ ഹോം ഡിസൈനിംഗ് സ്റ്റൈൽ. കൃത്യമായ സ്പേസ് പ്ലാനിങ്ങോടെ മിക്സ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ട്രഡീഷണൽ ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പുതുമ നിലനിർത്തിക്കൊണ്ടുള്ള കളർഫുൾ മോഡേൺ കോൺസെപ്റ്റായ കണ്ടംപററി ഹോം ഡിസൈനിംഗ് സ്റ്റൈൽ. നവോത്ഥാന യൂറോപ്പിന്റെ തനതു ആർക്കിടെക്ചറൽ ശൈലിയെ പിന്തുടർന്നുള്ള യൂറോപ്യൻ ഹോം ഡിസൈനിംഗ് സ്റ്റൈൽ. കോളനിവൽക്കരണ കാലഘട്ടത്തിലെ ബ്രിട്ടന്റെയും മറ്റുതര രാജ്യങ്ങളുടെയും പ്രൗഢി വിളിച്ചോതുന്ന ആഡംബരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൊളോണിയൽ ഹോം ഡിസൈനിംഗ് സ്റ്റൈൽ. തികച്ചും വ്യത്യസ്തമായ അറേബ്യൻ നാടുകളിലെ കാലാവസ്ഥക്കും ഭൂപ്രകൃതിക്കും ഇണങ്ങുന്ന രീതിയിലുള്ള അറേബ്യൻ ഹോം ഡിസൈനിംഗ് സ്റ്റൈൽ. അത്യാധുനിക കാലത്തെ വിസ്മയകരമായ ഡീകൺസ്ട്രക്റ്റീവിസം സ്റ്റൈൽ തുടങ്ങി ഒട്ടനേകം വേഷഭാവപകർച്ചകളാൽ സമ്പന്നമാണ് ആധുനിക ആർക്കിടെക്ചറൽ മേഖല. അടിസ്ഥാനപരവും ശാസ്ത്രീയവുമായ പരിജ്ഞാനത്തോടൊപ്പം തികഞ്ഞ ക്രിയേറ്റിവിറ്റിയും വ്യക്തമായ ദിശാബോധവും കൂടെയുണ്ടാകുമ്പോഴാണ് ഒരു നല്ല ഡിസൈനർ പിറവിയെടുക്കുന്നത്. മണ്ണറിഞ്ഞ്, ഭൂമിയുടെ മനസ്സറിഞ്ഞ്, പ്രകൃതിയുടെ പോസിറ്റീവ് എനർജിയെ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള ജീവനുള്ള ഡിസൈനുകളാണ് യഥാർത്ഥത്തിൽ രൂപപ്പെടേണ്ടത്. ഭൂമിയുടെ സ്പന്ദനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് പക്ഷിമൃഗാദികൾക്ക് അഭയം നൽകുന്ന തണൽ മരത്തെപ്പോലെ ഉറച്ചതും അഭയമേകുന്നതുമാകണം ഓരോ ആർക്കിടെക്ചറൽ ഡിസൈനുകളും. ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ആളിന്റെ അഭിരുചികൾക്കും അനുസരിച്ചാണ് ഓരോ വീടിനെയും രൂപപ്പെടുത്തേണ്ടത്. പ്രകൃതി വർണ്ണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, കാലാവസ്ഥ വ്യതിയാനങ്ങളെ മറികടക്കുന്ന തികച്ചും ആകർഷകമായ എക്സ്റ്റീരിയർ. പുറമേ നിന്ന് കാണുമ്പോഴുണ്ടാകുന്ന രൂപഭംഗിയിൽ കവിഞ്ഞ് വീടിനുള്ളിൽ നിന്നും ആവോളം ആസ്വദിക്കാനും ഒഴിവുവേളകളെ ആഹ്ലാദകരമാക്കി തീർക്കാനും പാകത്തിലുള്ള തണൽമരങ്ങളും സുഗന്ധം പൊഴിക്കുന്ന പൂക്കളുമൊക്കെ നിറഞ്ഞ ലാൻഡ്സ്കേപ്പിംഗ്. പ്രകൃതിയുടെ എനർജിയെ വീടിനുള്ളിലേക്ക് ആവശ്യപ്രകാരം ലഭ്യമാക്കി പ്രയോജനകരമായ എയർ സർക്കുലേഷൻ സാധ്യമാക്കുന്ന തരത്തിലുള്ള വെന്റിലേഷൻ സംവിധാനങ്ങൾ. ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രൊഫഷനും പ്രായവും ആവശ്യവും കണക്കിലെടുത്ത് തികച്ചും ഫംഗ്ഷണലായ ഇന്റീരിയർ സ്പേസ് പ്ലാനിംഗ്. ആവശ്യങ്ങൾക്കനുസൃതമായി പ്രകൃതിപരവും അല്ലാത്തതുമായ വെളിച്ചവിന്യാസം. ഡിസൈൻ കോൺസെപ്റ്റിനോട് യോജിച്ച ഹാർഡ് ആൻഡ് സോഫ്റ്റ് ഫർണിഷിംഗ്. അകത്തളങ്ങൾക്ക് അതീവ ചാരുത നൽകുന്ന നിറപകർച്ചകൾ എന്നിവയൊക്കെയാണ് വീട് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഒരു ഡിസൈനറുടെ ശ്രദ്ധയിൽ പതിയേണ്ട കാര്യങ്ങൾ.
വ്യക്തമായ കാഴ്ചപ്പാടുകളും കൃത്യമായ സ്പേസ് പ്ലാനിങ്ങും തന്നെയാണ് ഒരു ആർക്കിടെക്ചറൽ രൂപകൽപ്പനയുടെയും പിന്നിലെ പ്രധാന വിജയഘടകം. പഠിച്ചെടുത്ത അളവുകോലുകളെയും അറിവിനെയും അർത്ഥശൂന്യമായ അനുകരണങ്ങളില്ലാതെ പ്രായോഗികമായ ചിന്താവൈഭവത്തോടെ തികഞ്ഞ ക്രിയേറ്റിവിറ്റിയോടെയാണ് ഓരോ ഡിസൈനറും സമീപിക്കേണ്ടത്. എല്ലാ മേഖലയിലുമെന്ന പോലെ തികഞ്ഞ പ്രൊഫഷണൽ കാഴ്ചപ്പാടുകളും ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും തന്നെയാണ് ഒരു ഡിസൈനറെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു നല്ല ഡിസൈനറാവാൻ പ്രകൃതിയോളം വലിയ ഒരു പാഠപുസ്തകം ഇല്ലെന്ന് തന്നെ പറയാം. പ്രകൃതിയെ പരിഗണിക്കാതെയുള്ള അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ മൂലം മനുഷ്യരാശിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപത്തുകൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. മനുഷ്യനുൾപ്പെടുന്ന ലോകത്തുള്ള സകല സൃഷ്ടിജാലങ്ങളുടെയും ജൈവ ആവാസ വൈവിധ്യങ്ങൾക്കനുസരിച്ച് സുരക്ഷിതത്വവും അഭയവും നൽകി ഈ ഭൂമിയെ രൂപകൽപ്പന ചെയ്ത ദൈവം തന്നെയാണ് നാം ഓരോരുത്തരും പിൻപറ്റേണ്ട ഏറ്റവും വലിയ ഡിസൈനർ.